ഈ മലക്കുകൾ ഭൂമി ലോകത്തേക്ക് ഇറങ്ങി വരുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നറിയുമോ? സ്വർഗലോകത്തില്ലാത്ത ചില അത്ഭുത പ്രതിഭാസങ്ങൾ കാണുന്നതിന് വേണ്ടിയിട്ടാണ്. സ്വർഗലോകത്തില്ലാത്ത ചില അത്ഭുത പ്രതിഭാസങ്ങൾ ഈ ഭൂമി ലോകത്ത് നടക്കുന്നുണ്ട്. അത് കാണുവാൻ വേണ്ടിയിട്ടാണ് മലക്കുകൾ ഭൂമി ലോകത്തേക്ക് ഇറങ്ങുന്നത് എന്ന് തഫ്സീറുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയാണ്. പ്രിയമുള്ളവരെ, സ്വർഗം എന്ന് പറയുമ്പോൾ നമുക്കറിയാം സ്വർഗത്തിലില്ലാത്തത് എന്താണ്? സ്വർഗത്തിലില്ലാത്ത അനുഗ്രഹങ്ങൾ എന്താണ്? സ്വർഗത്തിലില്ലാത്തതൊന്നുമേയില്ല. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, തനസ്സലുൽ മലായികതു വറൂഹു فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر. ലൈലത്തുൽ ഖദറിന്റെ ആ മനോഹരമായിരിക്കുന്ന രാത്രിയിൽ വാനലോകത്തു നിന്നും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നേതൃത്വത്തിൽ മലക്കുകൾ കൂട്ടം കൂട്ടമായിട്ട് ഈ ഭൂമി ലോകത്തേക്ക് കടന്നു വരികയാണ്. അവർ ആ ഭൂമി ലോകത്തേക്ക് കടന്നു വന്ന് ആരാധനകളിൽ നിമഗ്നനായിരിക്കുന്ന അള്ളാഹുവിന്റെ അടിമകളെ അവർ ആലിംഗനം ചെയ്യുകയാണ്. അവരെ മുസാഫഹത്ത് ചെയ്തുകൊണ്ട് നേരം പുലരുവോളം അള്ളാഹുവിന്റെ അടിമകൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാറുകൾ ചെയ്തുകൊണ്ട് മലക്കുകൾ കടന്നു വരികയാ. എന്തിനാണ് ആ മലക്കുകൾ കടന്നു വരുന്നതെന്നറിയുമോ? സ്വർഗലോകത്തില്ലാത്ത അത്ഭുത പ്രതിഭാസങ്ങൾ ഇതാ ഭൂമി ലോകത്ത് നടക്കുകയാണ്. എന്താണ് അത്ഭുത പ്രതിഭാസങ്ങൾ എന്നറിയുമോ? പാപികളായിരിക്കുന്ന ആളുകൾ, അള്ളാഹുവിനോട് തെറ്റുകൾ ചെയ്തു പോയ അള്ളാഹുവിന്റെ അടിമകൾ, അവരുടെ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിച്ചു പോയി എന്നുള്ള ബോധം വരുമ്പോ അവർ പാതിരാവിന്റെ നിശബ്ദതയിൽ ഇരുന്നു കൊണ്ട് പൊട്ടിക്കരയുകയാണ്. അള്ളാഹുവിനെ ഓർത്തിട്ട് അവർ പൊട്ടിക്കരയുകയാണ്. പടച്ചവനെ, എന്റെ ജീവിതത്തിന്റെ സായം സന്ധികളിലൂടെ കടന്നുപോയപ്പോ നീ ഹറാമാക്കിയ പല കാര്യങ്ങളും എന്റെ ജീവിതത്തിൽ വന്നുപോയി. അത് തെറ്റാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു പോയി. പടച്ചവനെ, എനിക്ക് നീ പൊരുത്തപ്പെട്ടു തരണം, പുറത്തു തരണമെന്ന് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ട് തൗബ ചെയ്തുകൊണ്ട് പൊട്ടിക്കരയുന്ന രംഗമുണ്ടല്ലോ. മഹത്തുക്കളായ ഉലമാക്കൾ പറയുകയാണ്, ഈ കരച്ചിലെന്ന് പറയുന്ന ഒരു പ്രവണത അത് സ്വർഗത്തിലില്ലാത്തതാണ്. സ്വർഗത്തിൽ ആനന്ദങ്ങൾ മാത്രമാണ്, സ്വർഗത്തിൽ സന്തോഷം മാത്രമാണ്. അവിടെ കരച്ചിലില്ല. കരച്ചിലുള്ളത് എവിടെയാണ്? അത് ഭൂമിയിലാണ്. ആ ഭൂമിയിലാണ് കരച്ചിലുള്ളതും. എന്തിന്റെ പേരിലാണെന്നറിയുമോ? അവൻ ഏകാന്തനായിരുന്നു കൊണ്ട് ദക്കറല്ലാഹ ഖാലിയാ ഫഫാളത് ഐനാഹാ. ഏകാന്തനായിരിക്കുമ്പോ അവന്റെ വീടിന്റെ പ്രൈവറ്റ് റൂമിന്റെ അകത്തളത്തിലിരുന്നു കൊണ്ട് സർവേശ്വരനായ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അവൻ പൊട്ടിക്കരയുകയാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത അവന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരികയാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത കടന്നു വരുമ്പോ അവൻ ഏകാന്തനായിരുന്നു കൊണ്ട് പടച്ചവനോട് പൊട്ടിക്കരയുന്ന രംഗമുണ്ടല്ലോ. ഇത് കാണുവാൻ വേണ്ടിയിട്ട് മലക്കുകൾ കടന്നു വരികയാണ്. എന്റെ പ്രിയമുള്ളവരെ, കരച്ചിലെന്ന് പറയുമ്പോ പലതരത്തിലുള്ള കരച്ചിലുണ്ട്. സിനിമകളും സീരിയലുകളും കണ്ടിട്ടുള്ള കരച്ചിലുണ്ട്. നമ്മുടെ ഉറ്റവരും ഉടയവരും മരണപ്പെട്ടു പോകുമ്പോഴുള്ള കരച്ചിലുണ്ട്. എന്തെങ്കിലും അപകടങ്ങളോ മറ്റു തര കാര്യങ്ങളോ ഉണ്ടാകുമ്പോഴുള്ള കരച്ചിലുണ്ട്. ഇങ്ങനെയുള്ള കരച്ചിലുകളല്ല ഇവിടെ സൂചിപ്പിക്കുന്നത്. മറിച്ച് പ്രിയമുള്ളവരെ, അത് ഓരോരുത്തരുടെയും സ്വന്തമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കരച്ചിലുണ്ട്. അങ്ങനെയുള്ള കരച്ചിലുകളല്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഓർത്തുകൊണ്ടൊരു മനുഷ്യൻ പൊട്ടിക്കരയുകയാണ് എങ്കിൽ ആ കരച്ചിലിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിച്ചു പറയുകയാണ്. അവന്റെ മലക്കുകളോട് വിളിച്ചു പറയുകയാണ്. ഏതു മലക്കുകളാ? സദാസമയവും അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടിയിട്ട് ആരാധനകൾ അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന, തസ്ബീഹുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, തക്ബീറുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, തഹ്മീദുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മലക്കുകളുണ്ടല്ലോ. ആ മലക്കുകളുടെ തസ്ബീഹിന് വേണ്ടിയിട്ട്, ഇബാദത്തിന് വേണ്ടിയിട്ട് മാത്രം സൃഷ്ടിച്ചിരിക്കുന്ന മലക്കുകൾ. സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുനാ വ റബ്ബുൽ മലായികതി വറൂഹ്. മലക്കുകൾ ഇങ്ങനെ തസ്ബീഹുകൾ ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാ. ആ സമയത്ത് പടച്ച തമ്പുരാൻ മലക്കുകളെ വിളിച്ചു പറയുകയാണ്, യാ മലായികതി, എന്റെ മലക്കുകളെ, നിങ്ങളുടെ ഈ തസ്ബീഹിന്റെ മകുടമായിരിക്കുന്ന മന്ത്രോച്ചാരണങ്ങളുടെ ശബ്ദമുണ്ടല്ലോ, ഈ ശബ്ദങ്ങളെക്കാൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കാര്യമുണ്ട്.
നിങ്ങളുടെ തസ്ബീഹിന്റെ ശബ്ദത്തെക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ശബ്ദം എനിക്ക് കേൾക്കാൻ കഴിയുന്നു. എന്താണ് ആ ശബ്ദമെന്നറിയുമോ? മലക്കുകൾ അത്ഭുതത്തോടുകൂടി അള്ളാഹുവിന്റെ ശബ്ദത്തിന് കാതോർക്കുകയാണ്. മലക്കുകളോട് വിളിച്ചു പറയുകയാണ്, സർവേശ്വരനായ തമ്പുരാൻ വിളിച്ചു പറയുകയാണ്, മലക്കുകളെ, നിങ്ങളുടെ ഈ സുന്ദരമായിരിക്കുന്ന തസ്ബീഹിന്റെ ശബ്ദമുണ്ടല്ലോ, ഈ ശബ്ദത്തെക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ശബ്ദം ഞാൻ കേൾക്കുകയാണ്. മലക്കുകൾ ചോദിക്കുന്നു, എന്താണ് തമ്പുരാനെ, ആ ശബ്ദമേതാണ്, ആ ശബ്ദമേതാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ദുനിയാവിൽ നിന്നും എന്റെ അടിമകളുടെ കരച്ചിലിന്റെ ശബ്ദം ഞാനിതാ കേൾക്കുകയാണ്. ഈ പാതിരാവിന്റെ നിശബ്ദതയിലൂടെ കടന്നു പോകുമ്പോ ആ ഭൂമി ലോകത്തതാ ഒരു ഭവനത്തിൽ നിന്നും എന്റെ അടിമ പൊട്ടിക്കരയുകയാണ്, എന്നെ ഓർത്തുകൊണ്ട് കരയുന്നു, എന്നെ ഓർത്തുകൊണ്ട് കരയുകയാണ്. വദക്കറല്ലാഹ ഖാലിയാ ഫഫാദത് ഐനാ. പാതിരാവിന്റെ നിശബ്ദതയിൽ ഇരുന്നു കൊണ്ട് സർവേശ്വരനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഓർത്തുകൊണ്ട് പൊട്ടിക്കരഞ്ഞ് നിലവിളിക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറയുകയാണ്, മലക്കുകളെ, നിങ്ങളുടെ തസ്ബീഹിനേക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ട ശബ്ദമിതാ ഞാൻ കേൾക്കുകയാണ്. മലക്കുകൾ പരസ്പരം വിളിച്ചു പറയുകയാണ്, നമുക്ക് പോകാം ഭൂമിയിലേക്ക്, നമുക്ക് പോകാം ഭൂമിയിലേക്ക്. സർവേശ്വരനായ അല്ലാഹുവിന് നമ്മുടെ തസ്ബീഹിനേക്കാൾ ഇഷ്ടപ്പെട്ട ശബ്ദമൊന്ന് കേൾക്കുവാൻ, ആ ശബ്ദം എവിടെ നിന്നാണെന്നൊന്ന് കാണുവാൻ മലക്കുകൾ പരസ്പരം വിളിച്ചു പറയുകയാണ്. തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. അവര് കടന്നു വരികയാണ് കൂട്ടം കൂട്ടമായിട്ട്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നേതൃത്വത്തിൽ അവര് കടന്നു വരികയാ, ഈ ഭൂമി ലോകത്തേക്ക് കടന്നു വരികയാണ്. എവിടെ നിന്നാണ് ആ പൊട്ടിക്കരച്ചിൽ കേൾക്കുന്നത്? ഏത് വീട്ടിൽ നിന്നാണ് പൊട്ടിക്കരച്ചിൽ കേൾക്കുന്നത്? ഏത് പള്ളിയിൽ നിന്നാണ് പൊട്ടിക്കരച്ചിൽ കേൾക്കുന്നത്? ആ അടിമകളുടെ മുമ്പിലേക്ക് അവരുടെ കരച്ചിലൊന്ന് കാണുവാൻ, ആ കരയുന്ന ആളുകളെ ഒന്ന് കാണുവാൻ, അവരെ ഒന്ന് മുസാഫഹത്ത് ചെയ്യുവാൻ. കാരണം എന്തേ? സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുനാ വറബ്ബുൽ മലായികതി വറൂഹ്. മലക്കുകളുടെ തസ്ബീഹിനേക്കാൾ ഏറ്റവും പ്രിയപ്പെട്ട, അല്ലാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട ശബ്ദം കേൾക്കുവാൻ വേണ്ടിയിട്ട് മലക്കുകൾ കടന്നു വരുമെന്ന് പരിശുദ്ധമായ ഖുർആൻ. പ്രിയമുള്ളവരെ, ചിന്തിച്ചു നോക്കി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ സൂറത്തുൽ ഖദറിന്റെ വ്യാഖ്യാനത്തിലൂടെ ഇമാമുന റാസി നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഒന്ന് മനസ്സിലാക്കി പ്രിയമുള്ളവരെ, അല്ലാഹുവിനെ കുറിച്ച് ഓർത്തിട്ട് പൊട്ടിക്കരയുകയാണ് എങ്കിൽ ആ ശബ്ദം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, മലക്കുകളെ, നിങ്ങളുടെ തസ്ബീഹിന്റെ മനോഹരമായിരിക്കുന്ന ശബ്ദത്തെക്കാൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് തെറ്റുകൾ ചെയ്തു പോയ, പാപങ്ങൾ ചെയ്തു പോയ എന്റെ പ്രിയപ്പെട്ട അടിമകൾ, അവരുടെ ജീവിതത്തിൽ അവർ ചെയ്തു പോയത് തെറ്റാണെന്ന് ബോധ്യം വന്നപ്പോ പാതിരാവിന്റെ നിശബ്ദതയിൽ ഇരുന്നു കൊണ്ട് അവർ എന്നെ കുറിച്ച് ഓർക്കുന്നു. എന്നിട്ട് എനിക്ക് വേണ്ടിയിട്ട് എന്നോട് അവർ തൗബ ചെയ്തുകൊണ്ട് അവർ പൊട്ടിക്കരയുകയാണ്. ആ കരച്ചിലിന്റെ ശബ്ദമുണ്ടല്ലോ, നിങ്ങളുടെ തസ്ബീഹിനേക്കാൾ എനിക്ക് പ്രിയപ്പെട്ടതാണ്.